സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് പല ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഒരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ അഭിമുഖീകരിക്കണമെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസ് നമ്മൾ അനുഭവിക്കുന്ന ക്രൈസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് കാരണങ്ങൾ കൊണ്ടാണ്. പ്രധാനമായിട്ട് 2 കാരണങ്ങൾ കൊണ്ട് ക്രൈസിസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കപ്പെടാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാണ് നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കാനായിട്ട് കഴിയും, അതെങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ക്രൈസിസ് കൗൺസിലിംഗ് വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം പ്രചോദനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വയം മനസ്സിലാക്കാനും നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെയാണ് അത് അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബൈബിൾ വീക്ഷണത്തിലാണ് അല്ലെ. ബൈബിളിന്റെ വീക്ഷണത്തിൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്നതാണ് ക്രൈസിസ് കൗൺസിലിംഗ് ഇൻ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആ ടോപ്പിക്കിൽ നമ്മൾ ക്രൈസിസ് ബൈബിൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായി ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ വൈകാരികമായും ആത്മീകമായും മാനസികമായും പിന്തുണയ്ക്കുകയും പ്രത്യാശയിലേക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രതിസന്ധി കൗൺസിലിംഗ് എന്നതുകൊണ്ട് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ ദൈവം പ്രതിസന്ധികൾ മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ദൈവമായി വെളിപ്പെടുന്നു. അത് ബൈബിളിലെ പ്രതിസന്ധിയെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ മനസ്സിലാക്കി അത് എപ്രകാരമാണെന്നുള്ളത് അപ്പോൾ ഒന്ന്, പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനായിട്ടിടയായി. 2, ദൈവം പ്രതിസന്ധികളെ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരമാക്കുന്നു അല്ലെ. അതിനാധാരമായിട്ടൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്നും വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കപ്പെടാനായിട്ടിടയായി. നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ അത് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിന്റെ സാന്നിധ്യവും ആശ്വാസവും ലഭ്യമാണെന്ന് മനസ്സിലാക്കപ്പെടാനായിട്ടിടയായി. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള ദൈവിക വചനങ്ങൾ വേദപുസ്തകത്തിൽ ആസ്പദമാക്കി നമ്മൾ ചിന്തിച്ചു. സങ്കീർത്തനം 46:1, യെശയ്യാവ് 41:1, 2 കൊരിന്ത്യർ 1-ാം 34 എന്നൊക്കെ അല്ലെ. അത് കഴിഞ്ഞിട്ട് മത്തായി 11:28. പിന്നെ പഠിച്ച മറ്റൊരു പോയിന്റാണ് ബൈബിളിലെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. 1, സ്നേഹത്തോടെ കേൾക്കുക. 2, പ്രത്യാശ നൽകുക. 3, പ്രാർത്ഥന, ദൈവവചനം പ്രയോഗിക്കുക. പിന്നെ സഹായത്തിനും അങ്ങനെ തുടങ്ങിയൊരു 5 കൂട്ടം കാര്യങ്ങളാണ് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെ പ്രതിസന്ധി ഇടപെടലിൽ അടിസ്ഥാന തത്വങ്ങളിലെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടിടയായത്. പിന്നെ നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യമാണ് ബൈബിളിലെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വ്യക്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതില് യോബിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. എലിയാവ്, പിന്നെ ദാവീദിനെ കുറിച്ച് പിന്നെ അവസാനമായിട്ട് യേശു ക്രിസ്തു എങ്ങനെ ക്രൈസിസ് ഓവർകം ചെയ്തു എന്നും ക്രൈസിസിലായിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ഡിസ്കഷനിലേക്ക് കടക്കാനായിട്ട് ഇടയായി. പിന്നെ ക്രൈസിസ് കൗൺസിലിന്റെ ഗുണങ്ങൾ അത് നമ്മൾ പഠിച്ചായിരുന്നു. ക്രൈസിസ് കൗൺസിൽ
ക്രൈസിസ് കൗൺസിലറുടെ ഗുണങ്ങൾ, ക്വാളിഫിക്കേഷൻ ഏഴെണ്ണം. ഓഫ് ക്രൈസിസ് കൗൺസിലർ, ബൈബിൾ അടിസ്ഥാനത്തിൽ. അതെ, കരുണ, ക്ഷമ, രഹസ്യ സ്വഭാവം പാലിക്കൽ, അതൊക്കെ വിശ്വാസ്യത, പഠിച്ചിട്ടുണ്ടോ? യാ, യാ. ദൈവം, ദൈവവചന ജ്ഞാനം, പ്രാർത്ഥനാപൂർവം ജീവിതം, പ്രാർത്ഥനാപൂർവമായ ജീവിതം, വിവേകവും. വിവേകവും ആത്മനിയന്ത്രണം. ഓക്കെ, റൈറ്റ്, റൈറ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് അവസാനമായിട്ട് പഠിച്ചു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു നമ്മുടെ പ്രസന്റ് റെലവെന്റും ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിസന്ധി ഇടപെടൽ അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് ഇൻ ദി പ്രസന്റ് കോണ്ടെക്സ്റ്റ് ഓർ പ്രസന്റ് സിറ്റുവേഷൻ. ക്രൈസിസ് കൗൺസിലിംഗ് ഇൻ ദി പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോ ക്രൈസിസ് എല്ലാ ഘട്ടത്തിലും ഉണ്ട് അല്ലെ? പണ്ട് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ച പ്രതിസന്ധി അല്ല നാം അനുഭവിക്കുന്നത് അല്ലെ? നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അനുഭവിക്കുന്ന പ്രതിസന്ധിയല്ല നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഇളം തലമുറകൾ അനുഭവിക്കുന്നത്. ഇനി അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളും ചലഞ്ചുകളും പ്രതിസന്ധികളും അല്ലെ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തൊക്കെയാണെന്ന്. അപ്പോ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ പേരൻസ് അല്ലെ പ്രതിസന്ധികളെ, അതായത് ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി അനുഭവസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ക്ലാസ്സിലുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ അവരുടെ പേരൻസ് എത്രത്തോളം കഷ്ടതയിലൂടെ ജീവിതം നയിച്ചുവെന്നും അല്ലെ എത്രത്തോളമൊക്കെ നന്മകളോ അഭിവൃദ്ധികളോ ഒക്കെ പ്രാപിക്കാനായിട്ട് വലിയൊരു പങ്ക് നമ്മുടെ പേരൻസിനുണ്ടായിരുന്നു അല്ലെ? ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന നിലയിൽ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് നൽകി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലായിരിക്കുന്നു അല്ലെ? അപ്പോൾ നമ്മുടെ മക്കളെ നമ്മെക്കാൾ ഒരു ഉയർച്ച പ്രാപിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെ? അതിന് തക്കതായിട്ടുള്ള സ്കൂളുകളിലാണെങ്കിലും മറ്റ് അവർക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ജീവിതം അവർക്ക് നൽകണമെന്നുള്ള ആഗ്രഹമാണല്ലോ. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ, ജനിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ചുള്ള ഭാവി നമ്മൾ കരുതുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ പേരൻസിന് ആ ഒരു റോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാന ഒരു കാര്യം, നമ്മൾ വളർന്ന സാഹചര്യമല്ല നമ്മുടെ മക്കൾ വളരുന്നത് അല്ലെ? പ്രതിസന്ധി. അപ്പോ ചിലപ്പോഴൊക്കെ പേരൻസ് പറയും, എന്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെയൊക്കെ പ്രായത്തിൽ ഞാനാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയും. ശരിയാ, പക്ഷെ അന്നത്തെ സാഹചര്യം ഓക്കെ, ഇന്നത്തെ സാഹചര്യം കൂടെ നോക്കണം അല്ലേ? അപ്പോ ഈ ആത്മീയ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അപ്പച്ചന്മാർ ഒത്തിരി ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവരന്ന് ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഉപവാസം എടുത്തത് ഫുഡ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ? അതുകൊണ്ട് മിക്ക ദിവസം ഉപവാസമായിരിക്കും. പക്ഷെ ഇന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്നവര് റിയലായിട്ട് യഥാർത്ഥമായിട്ട് എടുക്കുന്നവരെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം അല്ലെ? ഇന്ന് നമ്മൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എങ്ങനെ കഴിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. ഒത്തിരി വിഭവങ്ങളുണ്ടല്ലേ? നമുക്ക് പണ്ടൊക്കെ അപ്പച്ചന്മാര്, എന്റെ പപ്പയുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടൊക്കെ വളർന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ ഞാൻ വന്നത് അല്ലെ? അവര് ഈ ചോറ് കഴിക്കുന്നത് ഓണമോ ക്രിസ്മസോ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോഴാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഇച്ചിരി ചോറ് കഴിക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങൾ കപ്പയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ദാരിദ്ര്യത്തിലൂടെയൊക്കെ വന്ന ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നാണെങ്കിൽ അതല്ല അല്ലേ? അപ്പോൾ പട്ടിണി എന്ന് എന്താണ്, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, എങ്കിലേ അവർക്ക് അറിയാവും അല്ലെ? ഇപ്പം ഒരു നമ്മുടെ മുന്നിലത്തെ കാലം രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഴിക്കും അല്ലെ? പക്ഷെ ഇപ്പൊ സാഹചര്യം മാറി. രാവിലത്തെ മെനു വേറെയാണ്, ഉച്ചയ്ക്കുള്ള മെനു വേറെയാണ്, വൈകിട്ടുള്ള മെനു വേറെയാണ്. ഇനിയും ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് അല്ലെ? അമ്മമാർക്ക് അത് റിസ്ക് ആയിട്ടുള്ള പണിയാണ് അല്ലെ? അച്ചായന് ഒരു ഫുഡ് ഉണ്ടാക്കണം, അമ്മാമ്മയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഫുഡ് ഉണ്ടാക്കണം, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പിന്നെ അവർക്ക് വീട്ടിലുള്ളത് വേണ്ട, അവര് അമ്മയെ ബുദ്ധിമുട്ടപ്പോ നമ്മളിത് ഓർഡർ ചെയ്യാം അല്ലെ? അവർക്ക് ഇഷ്ടമുള്ളത് അവര്
ഓർഡർ ചെയ്യും അല്ലേ. അപ്പോ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സാഹചര്യം, പഴയ സാഹചര്യം ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ആ രീതി ജീവിത രീതി ടോട്ടലായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് നമ്മുടെ വളരുന്ന സാഹചര്യങ്ങള് വിലയിരുത്താനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റത്തില്ല. പക്ഷേ അത് ഓർക്കുന്നത് നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ആഹാരത്തിന്റെ വില, കാശിന്റെ വില, സമയത്തിന്റെ വില, ഇതെല്ലാം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ലോകം അതിവേഗം മാറ്റങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലഘട്ടമാണ്. ഓക്കെ, ഓരോ സമയത്തും മാറ്റങ്ങൾ വരികയാണ് അല്ലെ. മാറ്റങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലഘട്ടമാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ്? സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹമോചനം, ലഹരി ഉപയോഗം, ആത്മഹത്യ പ്രവണത, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, ഗുരുതര രോഗങ്ങൾ. ഓക്കെ, ഇങ്ങനെ തുടങ്ങി ഒരു ലിസ്റ്റ് തന്നെ കാണാനായിട്ട് കഴിയും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോ അതിവേഗ മാറ്റങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലഘട്ടമാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നല്ല ശമ്പളം മേടിക്കുന്നവർക്ക്, സാലറി മേടിക്കുന്നവർക്കും, അപ്പോൾ തന്നെ ഡെയിലി വരുമാനം ഉള്ളവർക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോ എന്റെ ഈ ജീവിതത്തിൽ, ജീവിതത്തിൽ പരിചയപ്പെട്ട എല്ലാവരോടും എനിക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, പൂർണ്ണമായിട്ട് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കെല്ലാം സാമ്പത്തിക ഭദ്രതയുണ്ട്, എനിക്കെല്ലാം അധികമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്നവര്, 5000 രൂപയ്ക്ക് താഴെ മാസ വരുമാനമുള്ള വ്യക്തികളെയും എനിക്ക് അറിയാം. അപ്പോൾ ഈ വ്യക്തികളെല്ലാം പറയുന്നത് ഒക്കെ എനിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നുള്ളത് അല്ലെ. അപ്പോ ഞാനത് മനസ്സിലാക്കുന്നത്, ഞാൻ കുഞ്ഞിലേക്ക് ചിന്തിച്ചു, ഓക്കെ, മാസം തോറും ഒത്തിരി വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനമാണെന്നൊക്കെ. പക്ഷേ ഓരോരുത്തർക്കും അതിൻ്റെതായ വരുമാന ചിലവുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചെലവും ഉണ്ടെന്നുള്ളതാണ് അല്ലെ. 5000 രൂപ വരുമാനം ഉള്ളവർക്ക് അതിൻ്റെതായ ചിലവുണ്ട്. ഇനി 1,00,000 രൂപ വരുമാനം ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ടെന്നുള്ളതാണ് അല്ലെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു വ്യക്തിയെ സമാധാന അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന സാലറിയുടെ അളവിനനുസരിച്ചല്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഉള്ളതിൽ നമുക്ക് എങ്ങനെ തൃപ്തിയോടായിരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഒരു സംതൃപ്തമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരെയും, എന്നൂടെ പറഞ്ഞാൽ പണമുള്ളവരെയും പണമില്ലാത്തവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അല്ലെ. ഒരു ദിവസം ഒരിക്കലെങ്കിലും നമ്മൾ സാമ്പത്തികത്തെ കുറിച്ച്, അയ്യോ എനിക്ക് ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ തൊഴിലില്ലായ്മ, രണ്ടാമത്തത് തൊഴിലില്ലായ്മയാണ്. അതൊരു പ്രതിസന്ധിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച് വളർന്നു വന്ന ആ ഒരു രീതിയിലുള്ള തൊഴിലാണോ നമ്മൾ ചെയ്യുന്നത്? ചിലപ്പോൾ എല്ലാവരും അല്ലാന്ന്, ഓക്കെ, കുറച്ചുപേര് അല്ലാന്ന് പറഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് പ്രതിസന്ധിയിലേക്ക് നയിക്കില്ലേ. കുഞ്ഞിലെ നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെ, എഞ്ചിനീയർ ആകണമെന്നോ, അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡിലേക്ക് പോകണമെന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും IT മേഖലയിലോ മറ്റ് ഏതെങ്കിലും മേഖലയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ അതിനുവേണ്ടി പഠിച്ചവരായിരിക്കും. പക്ഷെ പഠിച്ചു വന്ന സാഹചര്യം നമുക്ക് ജോലി കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതോ പഠിച്ചതോ അല്ലായിരിക്കും അല്ലെ. അപ്പൊ ആ മേഖല അല്ലായിരിക്കും അത്. ചിലപ്പോൾ തൊഴിലുണ്ടെങ്കിൽ പോലും അത് ഒരു പ്രതിസന്ധിയായിട്ട് നമുക്ക് നിലനിൽക്കും. ഞാൻ പഠിച്ചതോ ആഗ്രഹിച്ചതോ ഈ പ്രൊഫഷൻ അല്ല എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ അവബോധ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ, പിന്നെ കുടുംബ പ്രശ്നങ്ങൾ. ഓക്കെ, ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി കുടുംബത്തിലുണ്ട് എന്നുള്ളത് അല്ലേ. പഴയ ആൾക്കാർ പറയും അല്ലേ, ഒരു പഴമൊഴി, ചട്ടിയും കലവും ആയിക്കഴിഞ്ഞാൽ തട്ടിമുട്ടി ഇരിക്കുമെന്ന് അല്ലെ. അപ്പോ നമ്മുടെ ചില കൗൺസിലർ ആയിട്ടുള്ള അച്ഛന്മാരുണ്ട്, അവരുടെ സംഭാഷണങ്ങൾ വളരെ രസകരമായിട്ടുള്ള സംഭാഷണങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജോസഫ് പുത്തലപ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ളിയുടെ സംഭാഷണമൊക്കെ നമുക്ക് നർമ്മരസം
ആള് നമുക്ക് നമുക്ക് കേട്ടിരിക്കാനായിട്ട് കഴിയും. ഓക്കെ. അച്ഛൻ, ഞാൻ കേട്ട ഒരു ഫാമിലി കൗൺസിലിങ്ങിനെ കുറിച്ച് അച്ഛൻ ക്ലാസ് എടുത്ത ഒരു അനുഭവം താൻ ഷെയർ ചെയ്യുന്ന ഒരു ഭാഗം കേട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോ കപ്പിൾസിനെ ഫാമിലി കൗൺസിലിംഗ് ആകുമ്പോൾ കപ്പിൾസിനെ എല്ലാം ഒരുമിച്ചിരുത്തും, ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ചിരുത്തും. ഏഹ്? അപ്പോ അങ്ങനെ ഫാമിലി കൗൺസിലിംഗ് പൊതുവായിട്ട് സെമിനാറായിട്ട് എടുക്കുന്നത്. എന്നിട്ട് അച്ഛൻ ചോദിച്ചു വന്ന കൂട്ടത്തിൽ പല അനുഭവങ്ങൾ കപ്പിൾസിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, 10 വർഷം കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, 50 വർഷം വിവാഹ വാർഷികം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ യങ് കപ്പിൾ, ഓൾഡ് കപ്പിൾ ഒക്കെ ഇരിക്കുന്ന വേദിയിൽ അച്ഛൻ ചോദിച്ചു, കുടുംബജീവിതത്തിൽ ഇതുവരെയും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ പിണങ്ങാത്ത ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇത് അച്ഛന്റെ സംഭാഷണം. പിണങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ആരും കൈപൊക്കിയില്ല. അപ്പോ ഒരച്ഛൻ എണീറ്റങ്ങ് നിന്നു. അപ്പോ ഈ അച്ഛനും ഇരുന്ന ഓഡിയൻസിനൊക്കെ അതിശയം തോന്നി. ഇതുവരെയും കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമോ സ്വരച്ചേർച്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോ അച്ഛൻ അതിന്റെ ഗുഡൻസ് അറിയണമല്ലോ, എന്താ റീസൺ എന്ന്. അപ്പോ അച്ഛൻ ആദ്യം ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അപ്പോ എല്ലാവരും വിചാരിച്ചു 1 or 2 വർഷമൊക്കെ ആയിരിക്കുമെന്ന്. എന്നാ പിന്നെ അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ലല്ലോ, ആദ്യത്തെ 1 or 2 വർഷമൊക്കെ. ഓക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞത്, അല്ല, ഈ വ്യക്തി പറഞ്ഞത് 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇരുന്ന ഓഡിയൻസിനൊക്കെ ഒത്തിരി എന്തോ ഒത്തിരി കൂടെ കൗതുകം തോന്നി. അത് കൊള്ളാമല്ലോ, ഇതുവരെയും ഒരു ആശയ സമാധാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലയോ എന്നുള്ള ചിന്ത. അപ്പോ പുള്ളി പറഞ്ഞത്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാര്യ എന്തെങ്കിലും പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ വീട്ടിന്റെ വരാന്തയിലേക്ക് ഇറങ്ങിപ്പോകും എന്നുള്ളതാണ്. അപ്പോ തിരിച്ചൊന്നും പറയാനായിട്ട് അവസരം ഉണ്ടാകില്ലല്ലോ. അപ്പോ അച്ഛനോട് പറഞ്ഞത്, കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വരാന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? നമ്മൾ എപ്പം കപ്പിൾസായിട്ട് ഒരുമിച്ചിരിക്കും അപ്പോഴൊക്കെ വഴക്കുണ്ടാവും. അച്ഛൻ പറഞ്ഞത് ഇച്ചിരി കൂടെ നല്ല നർമ്മരസമായിട്ട് പറഞ്ഞു. നമുക്ക് അത് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കുടുംബമാണോ ഭാര്യ ഭർത്തൃ ബന്ധമാണോ, ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെ? പക്ഷേ ഒരു ആരോഗ്യകരമായ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഇരു അഭിപ്രായങ്ങളും സമന്വയിച്ചുകൊണ്ട് ഒരു അഭിപ്രായത്തിലേക്ക് വരും, അല്ലെ? ഞാൻ പറയുന്ന അഭിപ്രായം തന്നെയാണ് നടക്കൂ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് അവിടെ ക്ലാഷ് ഉണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി മക്കളൂടെ ജനിക്കുമ്പോഴോ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ, അല്ലെ? അല്ലെങ്കിലും അപ്പനും അമ്മയും ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അവരിച്ചിരി കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കും, അല്ലെ? അവരിച്ചിരി വളർന്നു കഴിയുമ്പോൾ പിന്നെ അവര് നമ്മൾ പറയുന്ന അഭിപ്രായത്തോട് എതിരായിട്ട് നിൽക്കും. അപ്പൊ അവരുടെയും കൂടെ ഒരു അഭിപ്രായം കുടുംബമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെയും കൂടെ ഇരുത്തി അവരുടെയും കൂടെ ആയിട്ടുള്ള അഭിപ്രായം നമ്മൾ സ്വീകരിക്കണം, മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നത് ആരോഗ്യകരമായ ഒരു കുടുംബജീവിതത്തിന് നല്ലതാണ്. അപ്പോ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടില്ല എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നത് എന്താണ്? എന്നിൽ പാപമില്ല എന്ന് പറയുന്നവൻ അസത്യവാദിയാകുന്നു എന്നാണ്, അല്ലെ? ചിലരൊക്കെ പറയും, ഞാൻ ഇതുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, പാപവും ചെയ്തിട്ടില്ല, അല്ലെ? ദാവീദ് പറഞ്ഞു, നമ്മൾ ജനിച്ചു വീണത് തന്നെ പാപത്താലാണ്, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചതെന്ന് പറയുന്നു. ഓക്കെ. അപ്പോ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. പക്ഷെ നമ്മൾ ആ ഒരു നീതി പ്രവൃത്തിയിലേക്ക് നമ്മൾ നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോ അതൊരു പ്രതിസന്ധിയാണ്, കുടുംബ പ്രശ്നങ്ങൾ, ഫാമിലി പ്രോബ്ലംസ്. അപ്പോൾ അടുത്ത പോയിന്റ് ആണ്, പ്രതിസന്ധിയാണ്. ഇന്ന് സമൂഹം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് വിവാഹമോചനം. വിവാഹമോചനം അത് ഒത്തിരി എന്തുവാ വിവാഹ മോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെയും ക്രിസ്ത്യാനികളുടെ ഇടയിലാണെന്നുള്ളതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് പരസ്പരം ധാരണയും, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ വരുമ്പോൾ അതെല്ലാം ഒരുമിച്ച് ഇരുന്ന് ചിന്തിച്ചിട്ട് ഒരു അഭിപ്രായത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു വിഷയത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ്. കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെ? ഒരു പരസ്പരം മനസ്സിലാക്കൽ, അംഗീകരിക്കൽ, ബഹുമാനിക്കൽ, സ്നേഹിക്കൽ, ഷെയറിങ് ആൻഡ് കെയറിങ് എന്നൊക്കെയാണ്, അല്ലെ? അപ്പൊ അതെല്ലാം കുടുംബജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്.
ആം, അടുത്ത ഒരു പ്രശ്നമാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന മറ്റൊരു ക്രൈസിസ് ആണ് ആം, ലഹരി ഉപയോഗം. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി ഉപയോഗം അത് സമൂഹത്തിന് തന്നെ വളരെ ദോഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയിടങ്ങളിൽ പണ്ട് നമ്മൾ കേട്ട് പിന്നെ ഒത്തിരി മർഡേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലെ. ഒരു എന്തോ ഒരു വളരെ ലാഘവത്തോടുകൂടിയാണ് മനുഷ്യൻ പരസ്പരം കൊല്ലുന്നതും വഴക്കിടുന്നതും ഒക്കെ അല്ലേ. കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടത്, ഒരു മാതാവ് ഒരു കുഞ്ഞിനെ എടുത്ത് നമ്മൾ ഈ തേങ്ങയിട്ട് ഈ പാരയിൽ വെച്ച് പൊതിക്കത്തില്ലേ, അല്ലെങ്കിൽ അതിനെ ചെയ്യത്തില്ല, അതുപോലെ തലയെ പിടിച്ച് അടിക്കുക ചവരില്. ഒരു കരുണയോ ഒരു വൈഷമ്യതയോ ഇല്ലാതെയാണ്. അപ്പോ ഈ പണ്ടൊക്കെ പോലീസ് അല്ലെങ്കിൽ പോലീസിന്റെ ജീപ്പിന്റെ ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ അവരുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന കണ്ടാലോ പേടി തോന്നും. ഇപ്പോ സമൂഹം മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കൾ അല്ലെങ്കിൽ അവർ പോലീസ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ പോലീസിനോട് തട്ടിക്കയറുകയാണ് അല്ലേ. ഒരു ഭയമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലഹരി ഉപയോഗത്തിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് സമൂഹത്തിന് തന്നെ ദോഷം, ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം. ഇതിന്റെ ഉപയോഗം കാരണം ആത്മഹത്യ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപക്ഷെ മാന്യരായ വ്യക്തികൾ പോലും ഒരു ആത്മഹത്യ ചിന്തയിലേക്ക് വഴുതി വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ അല്ലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്തുവാ ആത്മാഭിമാന നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ സ്വയം നശിപ്പിച്ച പല കഥകൾ നമ്മുടെ ഈ വർഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അതിന് കഴിയാതെ വന്നു. സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ള ചിന്ത തനിക്ക് വന്നപ്പോൾ അതിനേക്കാൾ നല്ലത് ജീവിതം നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം സമൂഹത്തിൽ പ്രതിസന്ധി, ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, ക്രൈസിസ് ആണ്, ക്രൈസിസ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങൾ അത് ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രതിസന്ധികൾ കൊണ്ടോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിരപരാധിയായിട്ടുള്ള വ്യക്തികൾക്ക് അത് ദോഷം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെ ഭവനങ്ങൾ, വസ്തുവകകൾ, വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവർ അതിലൂടെ ഒരു പ്രതിസന്ധി അനുഭവിക്കാനായിട്ട് അതിനുവേണ്ടി ഒത്തിരി സഹായങ്ങളൊക്കെ വന്നാലും യഥാർത്ഥമായിട്ടുള്ള ഒരു ആശ്വാസം അവർക്ക് ലഭ്യമാകാതിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ ദുരന്തങ്ങൾ അവർക്കൊരു പ്രതിസന്ധിയായിട്ട് തീരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപകടങ്ങൾ, ആക്സിഡന്റ്. അപ്പോൾ അപകടങ്ങൾ പെട്ടെന്ന് ഒരുപക്ഷെ നമ്മൾ സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്നവർ ചിലപ്പോൾ അശ്രദ്ധയോടുകൂടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ മുട്ടാനായിട്ട് സാധ്യത ഉണ്ടല്ലേ. അപ്പോ ഇങ്ങനെ വരുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നമുക്കത് ഒന്ന് മനസ്സിലത് താങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ്. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ. ഓക്കെ, പിന്നെ മറ്റൊരു അവസ്ഥയാണ് ഗുരുതരമായ രോഗങ്ങൾ. രോഗങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അല്ലെ, പ്രായപരിധി വ്യത്യാസമില്ലാതെ മാരകമായ രോഗങ്ങൾ എന്ന് ജനത്തെ കാർന്നു തിന്നു കൊണ്ടിരിക്കുകയാണ്. അതില് ഒത്തിരി ഘടകങ്ങൾ അതിനുണ്ട്. ഇപ്പോഴത്തെ ഫുഡിന്റെ രീതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, പിന്നെ സ്പൈസി ഫുഡ്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കുന്നതിലൂടെ അല്ലെ ഗുരുതരമായ രോഗങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ
അനുദിന ജീവിതത്തെ സാരമായി ബാധിക്കാനായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ എന്തുവാ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അത് താല്പര്യമില്ല, ഫാസ്റ്റ് ഫുഡിനോടാണ് താല്പര്യം, അല്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രതിസന്ധിയാണ് സമൂഹം നേരിടുന്നത്, പ്രതിസന്ധി അല്ലെങ്കിൽ സാമൂഹിക ഒറ്റപ്പെടൽ. സാമൂഹിക ഒറ്റപ്പെടൽ. പലതരത്തിൽ സാമൂഹികമായിട്ട് ജനം ഒറ്റപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഇന്നത്തെ തലമുറകളെ തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത രീതി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലേടാ? അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ നമ്മുടെ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും അതുപോലെ തന്നെ ക്രിസ്തീയ ആചാരങ്ങളും അനുസരിച്ച് നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതേ രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ സുഹൃത്തുക്കളുടെ സ്വാധീനം, സാമൂഹ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഐഡന്റിറ്റി അവർക്ക് ബാധിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സമൂഹത്തിലുള്ള മറ്റുള്ളവർ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ പെരുമാറാനും, വസ്ത്രധാരണമാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും ആ ഒരു ട്രെൻഡിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാതെ നമ്മൾ അവരെ കർശനമായിട്ട് പിടിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവരെന്ത് ചെയ്യും? ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. അതാണ് സാമൂഹിക ഒറ്റപ്പെടൽ. ആത്മീയമായി, ശാരീരികമായി, വൈകാരികമായിട്ടൊക്കെയുള്ള ഒരു ഒറ്റപ്പെടൽ അവരുടെ ജീവിതത്തിൽ ബാധിക്കാനായിട്ട് ഇടയുണ്ടെന്ന്. അപ്പോ പേരൻസ് എന്ന നിലയിൽ, പാസ്റ്റേഴ്സ് എന്ന നിലയിൽ, കെയർ ടേക്കേഴ്സ് എന്ന നിലയിൽ ഒരു പരിധി ഉണ്ടല്ലേ നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാനും അവരെ ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും. പക്ഷേ അവരത് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും എന്നുള്ളത്. പിന്നെ അവസാനമായിട്ട് നമ്മൾ അവരെ അഡ്വൈസ് കൊടുത്തിട്ട് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, നീ നമ്മുടെ സ്റ്റേജിൽ എത്തുമ്പോൾ പഠിച്ചോളും, അല്ലേ? അല്ലെങ്കിൽ നീ ഒരു അപ്പനും അമ്മയും ആകുമ്പോൾ ഇത് ഇപ്പോ എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അത് ക്രോസ് ചെയ്യുന്നുള്ളത്. ഓക്കെ. പിന്നെ അടുത്ത ഒരു കാര്യമാണ് ഡിജിറ്റൽ പ്രഷർ, ഡിജിറ്റൽ സമ്മർദ്ദം എന്ന് പറയും. സോഷ്യൽ മീഡിയാസ് ഒക്കെ അത് നമുക്ക് വളരെ അനിവാര്യമാണ്. എങ്കിലും അതിൻ്റെതായിട്ടുള്ള ദുരുപയോഗം മൂലം പലരും മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്നു എന്നുള്ളതാണ്. സൈബർ ആക്രമണത്തിൽ, അതുപോലെ തന്നെ മറ്റ് ഇതരമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് അനുഭവിക്കാനായിട്ട് കാരണമാകുന്ന സാഹചര്യമാണ് ഡിജിറ്റൽ സമ്മർദ്ദം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ക്രൈസിസ് കൗൺസിലിംഗ് ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ് എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വ്യക്തിക്ക് ഉടനടി വൈകാരിക പിന്തുണയും പ്രായോഗിക മാർഗനിർദ്ദേശം നൽകുന്ന പ്രക്രിയയാണ് ക്രൈസിസ് കൗൺസിലിംഗ്. ഇനി ഓക്കെ, ഞാൻ നോട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവസാനം നിങ്ങൾക്ക് ടൈം തരാം. അപ്പോൾ നിങ്ങൾ നോട്ട് നോക്കിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള സമയം മാറ്റിവെക്കാനായിട്ടൊന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ക്രൈസിസിന് കാരണമാകുന്ന ഘടകങ്ങൾ. ഇന്നത്തെ സമൂഹത്തിൽ പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ, അത് പോയിന്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഒന്നാമത്തെ ഘടകം കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും വിവാഹ പ്രശ്നങ്ങളും. ഒന്നാമത്തെ പോയിന്റ് കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും വിവാഹ പ്രശ്നങ്ങളും. അപ്പോ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക്
വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അവർക്ക് പരിഗണന കൊടുക്കാതിരിക്കുക, സ്നേഹം നൽകാതിരിക്കുക, അല്ലേ? ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയ്ക്കും ഒക്കെ വഴി ചേർക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് ക്രൈസിസ് കൗൺസിലിംഗ് കാരണമാകുന്ന ഒന്നാമത്തെ ഘടകമാണ് കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും വിവാഹ പ്രശ്നങ്ങളും. 2, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിലില്ലായ്മയും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിലില്ലായ്മയും. മൂന്നാമത്തെ പോയിന്റ്, ഗുരുതര രോഗങ്ങളും അപ്രതീക്ഷിത മരണങ്ങളും. ഗുരുതര രോഗങ്ങളും അപ്രതീക്ഷിത മരണങ്ങളും. 4-മത്തെ പോയിന്റ്, ലഹരി ഉപയോഗവും മറ്റ് അടിമത്തത്വങ്ങളും. ലഹരി ഉപയോഗവും മറ്റ് അടിമത്തത്വങ്ങളും. അടുത്ത പോയിന്റ്, ആത്മഹത്യ ചിന്തകളും വിഷാദ രോഗവും. സാറേ, ലഹരി ഉപയോഗങ്ങളും ലഹരി ഉപയോഗവും മറ്റ് അടിമത്തത്വങ്ങളും. അടുത്ത 1, 2, 3, 4, 5. 5-മത്തെ പോയിന്റ്, ആത്മഹത്യ ചിന്തകളും വിഷാദ രോഗവും. ആത്മഹത്യ ചിന്തകളും വിഷാദ രോഗവും. 6-മത്തെ പോയിന്റ്, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, യുദ്ധം, കുടിയേറ്റം, എക്സെട്ര. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, യുദ്ധം. 7-മത്തെ പോയിന്റ്, സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. അവസാനമായിട്ട്, വിദ്യാർത്ഥികളിലെ പഠന സമ്മർദ്ദവും പരീക്ഷാ ഭയവും. കിട്ടിയായിരുന്നോ? സാറേ, വിദ്യാർത്ഥി 5-മത്തെ പോയിന്റ് കഴിഞ്ഞ് എന്തേലും പറഞ്ഞായിരുന്നു, നെറ്റ് പോയിരുന്നു. 1, 2, 3, 4, 5. ആത്മഹത്യ ചിന്തകളും വിഷാദ രോഗവും. അതെഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ. ഓക്കെ. അടുത്ത 7-മത്തെ പോയിന്റ്, സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. അതെഴുതിയായിരുന്നോ? ലാസ്റ്റ് പോയിന്റ്, വിദ്യാർത്ഥികളിലെ പഠന സമ്മർദ്ദവും പരീക്ഷാ ഭയവും. ഫിഫ്ത്ത് പോയിന്റ്, ഏതായിരുന്നു? സൂയിസൈഡ് ടെൻഡൻസി. അതെന്താണെന്നറിയാമോ? 2 ഡിവൈസ് ഓപ്പൺ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്.
അത് ഒരെണ്ണത്തിൽ നിന്ന് പോകുമ്പോൾ മറ്റേത് പെട്ടെന്ന് ഞാൻ കയറിയത്. ഓക്കെ ഓക്കെ. അത് രണ്ടും അടുത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഫൗളിങ് വരുന്നത്. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ് സൂയിസൈഡ് ടെൻഡൻസി ആൻഡ് വിഷാദ രോഗം. ആ ആൻസൈറ്റി. നാച്ചുറൽ കലാമിറ്റീസ്, ആക്സിഡൻസ്, വാർ ആൻഡ് പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, യുദ്ധം. ഓക്കെ. ഇനി ഒരു കൺക്ലൂഷൻ, നമ്മുടെ പഠനത്തിന്റെ അവസാന കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ക്രൈസിസ് കൗൺസിലിംഗ് വ്യക്തികളുടെ മാനസിക, വൈകാരിക, സാമൂഹിക, ആത്മീയ ക്ഷേമം സംരക്ഷിക്കുന്ന ഒരു പ്രധാന ശുശ്രൂഷയും സേവനവുമാണ്. പ്രതിസന്ധി ഇടപെടൽ എന്നത് ഇന്നത്തെ സമൂഹത്തിൽ വ്യക്തികളുടെ മാനസിക, വൈകാരിക, സാമൂഹിക, ആത്മീയ ക്ഷേമം സംരക്ഷിക്കുന്ന ഒരു പ്രധാന ശുശ്രൂഷയും സേവനവുമാണ് എന്നതാണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് സമയോചിതമായ ഇടപെടൽ, സഹാനുഭൂതിയുള്ള കേൾവി, സമയോചിതമായിട്ടുള്ള ഇടപെടൽ, സഹാനുഭൂതിയുള്ള കേൾവി, സുരക്ഷ ഉറപ്പാക്കൽ, കുടുംബ സമൂഹ പിന്തുണ, ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ആവശ്യമായപ്പോൾ വിദഗ്ധരുടെ സേവനം ഇത്തരക്കാർക്ക് നൽകുന്നതിലൂടെ പ്രതിസന്ധിയിലായ ഒരു വ്യക്തിക്ക് വീണ്ടും പ്രത്യാശയുടെ ആത്മവിശ്വാസത്തോടെയും ജീവിതത്തിലേക്ക് മടങ്ങാൻ സഹായിക്കുമെന്നുള്ളതാണ്. ആ പോയിന്റുകളൊന്നുകൂടെ പറയാം. ഒന്ന്, സമയോചിതമായ ഇടപെടൽ. രണ്ട്, എമ്പതറ്റിക്കൽ ലിസണിങ് എന്നാണ്. സഹാനുഭൂതിയോടുള്ള കേൾവി, സഹാനുഭൂതിയുള്ള കേൾവി. മൂന്ന്, സുരക്ഷ ഉറപ്പാക്കൽ, കുടുംബ സഹായ പിന്തുണ, വിദഗ്ധരുടെ സേവനം. ഓക്കെ. എന്നിവയിലൂടെ പ്രതിസന്ധിയിലായ വ്യക്തിക്ക് വീണ്ടും പ്രത്യാശയുടെ വിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ സഹായിക്കും. അപ്പോൾ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഈ ശുശ്രൂഷ ദൈവത്തിന്റെ സ്നേഹവും കരുണയും പ്രത്യാശയും മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്രൈസിസ് കൗൺസിലിംഗുമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അത്രയും പഠിക്കാനായിട്ട് ദൈവം ഇതുവരെ സഹായിച്ചു. എനിക്കൊന്ന് കഴിഞ്ഞ 7 ക്ലാസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കാനായിട്ടിടയായി. നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടവരുണ്ട് അല്ലേ? എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രിന്റ് എടുത്ത് വയ്ക്കാനോട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാം. ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒക്കെ സേവ് ചെയ്യുന്നവരെ അങ്ങനെ നിങ്ങൾക്ക് ഏതാ സൗകര്യം അത് നോക്കി മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഗ്രൂപ്പിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവോ ചോദിക്കാനായിട്ടുള്ള അവസരമുണ്ട്. എനിക്കൊന്ന് അടുത്ത ക്ലാസ് മുതൽ പുതിയൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു ടീച്ചറോ സാറോ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇൻഫർമേഷൻ കിട്ടുമോ എന്നറിയത്തില്ല നിങ്ങൾക്ക്.
ഓക്കെ. അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും ഭാഗം മനസ്സിലാകാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട് കാണാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ പറ്റിയോ ഒക്കെ പറയാനായിട്ടുള്ള സമയവും കൂടെയാണ്. അതെനിക്ക് തുടർന്ന് എൻ്റെ പഠനത്തിനും അത് സഹായകരമായി തീരും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് യു ആർ വെൽക്കം ടു സേ. അപ്പോ പ്രജിത്ത് പാസ്റ്റർ അല്ലെ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താലും നോ പ്രോബ്ലം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്.